ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നു. ഡബിൾ ബെഞ്ചാണ്, 2 പേരാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിമിൻ്റെ ജീവനാംശം, അതായത് അലിമണി, ഡൈവോഴ്സ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ ഹസ്ബൻഡ്, അതായത് പഴയ ഹസ്ബൻഡ് ചെലവിന് കൊടുക്കണോ ഇല്ല, ഇതാണ് സംഭവം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മുഴുവനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഷാബാനു കേസ് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം പിന്നെ. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കൊടുത്തു. അതായത് ആർട്ടിക്കിൾ 125 CRPC ഇത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. കല്യാണം കഴിക്കാത്തവർക്കും ബാധകമാണ്, കല്യാണം കഴിച്ചവർക്കും ബാധകമാണ്. അതായത് ഒഫൻസ് തന്നെയാണ്. ഇതനുസരിച്ച് പണം കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്ന മുൻ ഭർത്താവിനെതിരെ കേസെടുക്കാം. കേസ് വളരെ സ്ട്രോങ് ആയി. അതായത് ഇന്ത്യയിൽ ഈ നിയമം എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ആക്കി. ഇതാണ് ആവശ്യം. അതായത് മുസ്ലിംസിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം, സിഖുകാരുടെ ഒരു നിയമം, ജൈനമതം അവരൊരു വേറെ നിയമം, അങ്ങനൊന്നും അല്ല. സുപ്രീം കോടതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ്, ഇതിനകത്ത് മതമൊന്നുമില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ. അപ്പം എങ്ങനെയാണ് ഈ കേസ് ഉണ്ടായത് ആലോചിച്ച് നോക്കുക. അബ്ദുൾ സമദ്, അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഈ ഫാമിലി കോർട്ടിൽ കേസ് കൊടുക്കുന്നു. ഹൈദരാബാദ് ഫാമിലി കോർട്ടിൽ കേസ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് അവർക്ക് ജീവിക്കാനുള്ള പണം കൊടുക്കുന്നില്ല, അതിനുവേണ്ടി കോർട്ടൊരു ഉത്തരവുണ്ടാക്കും. അപ്പം അതിനെപ്പറ്റി വാദപ്രതിവാദം നടന്നു. അങ്ങനെ ലോവർ കോർട്ട്, അതായത് കുടുംബ കോടതി ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു എല്ലാ മാസവും 20,000 രൂപ വെച്ച് അയാളുടെ മുൻ ഭാര്യയ്ക്ക് ഇത് കൊടുക്കണം. ഈ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് വീണ്ടും 2-3 കെട്ടി. അതാണ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷേ ഇതിൻ്റെ അത് ചില ഭയങ്കര പ്രശ്നമുണ്ട്. ഇവർക്ക് ലോവർ കോടതി അനുകൂലമായിട്ട് വിധിച്ചു. എന്നിട്ട് ഈ അബ്ദുൾ സമദ് നേരെ ഹൈക്കോടതിയിൽ പോയി, തെലങ്കാന ഹൈക്കോടതിയിൽ. അവിടെ വാദപ്രതിവാദമൊക്കെ വലിയ പ്രശ്നമൊക്കെ പറഞ്ഞു. ആ കോടതി വിധിയിൽ ഇടപെടുവാൻ വേണ്ടി തെലങ്കാന ഹൈക്കോടതിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ 20,000 രൂപ കൊടുക്കുന്നത് 10,000 രൂപ കുറച്ചിട്ട് എല്ലാ മാസം 10,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും അബ്ദുൾ സമദ് സമാധാനമായില്ല. അയാൾ അതും വെച്ച് പിടിച്ചുകൊണ്ട് നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഇതിൻ്റെ വാദപ്രതിവാദം നടന്നു. അത് നാഗരത്ന എന്ന് പറഞ്ഞൊരു ജഡ്ജും അതേപോലെ അഗസ്റ്റിൻ മസി എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജുമാണ്. സെപ്പറേറ്റ് ജഡ്ജ്മെൻ്റാണ് വന്നത്. പക്ഷേ അതൊരു ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻ്റാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്? ഇനി നമ്മൾ ചരിത്രത്തിലോട്ട് പോകാം. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളതിനെപ്പറ്റി ആലോചിച്ച് മനസ്സിലാക്കി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തോളൂ. ഞാൻ എപ്പോഴും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വളരെ ഡെപ്തായിട്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം മുന്നോട്ട് പോകുന്നു. ഞാൻ കേരളത്തിലെ മുസ്ലിം, അതിനെപ്പറ്റി പറയാം. പക്ഷേ ഇന്ത്യയെ നമ്മൾ താരതമ്യം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ ആലോചിക്കേണ്ടതാണ്, ദളിത് കമ്മ്യൂണിറ്റിയെക്കാളും വളരെ പിന്നിലാണ് എല്ലാ രീതിയിലും. എഡ്യൂക്കേഷൻ്റെ രീതിയിൽ, സോഷ്യൽ ലൈഫിൻ്റെ രീതിയിൽ, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ രീതിയിൽ, അതായത് ലൈഫ് സ്റ്റൈലിൻ്റെ രീതിയിൽ പോലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഇത്രയും പുറകിൽ പോയതിൻ്റെ കാരണം എന്താണ്? ശരിക്കുമുള്ള കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഷാബാനു കേസ് തന്നെയാണ്. അതായത് ട്രിപ്പിൾ തലാഖ്. കാരണം ഒരുത്തൻ 3-4 കെട്ടുക. ഇതിനെതിരെയാണ് ഷാബാനു കേസ്. നിങ്ങൾക്കറിയാവുന്ന രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇത് ഇന്ത്യയിലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇത് വിസ്താരമായിട്ട് വാദം കേട്ടു. കാരണം ഇവിടെ ശരിയ ലോയും മുസ്ലിം പേഴ്സണൽ ലോയും ഒക്കെ ഉണ്ട്. വാദം കേട്ടിട്ട് അവസാനം ആ വാദത്തിൽ ജഡ്ജ്മെൻറ്റ് ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻ്റാണ്. അതായത് ഈ പുരുഷൻ, കല്യാണം കഴിക്കുന്ന പുരുഷൻ ഈ സ്ത്രീക്ക് അവർക്ക് വേണ്ടിയുള്ള കോമ്പൻസേഷനും മന്ത്ലി അലിമണിയായിട്ടും പണം കൊടുക്കണമെന്ന് സുപ്രീം കോർട്ടിൻ്റെ ഫുൾ ബെഞ്ച് വിധിക്കുകയാണ്. അതിനെതിരെ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ കുറച്ച് മുസ്ലിം ഉസ്താദുമാരെയും ഈ വൃത്തികെട്ടവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി, അതായത് രാമജന്മഭൂമിയുടെ ഇഷ്യൂ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ അത് തുറന്നു കൊടുത്തിട്ട് ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി
ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ബില്ല് കൊണ്ടുവരികയാണ്. അതായത് പൂർണ്ണമായിട്ടും ട്രിപ്പിൾ തലാക്കും ശരിയാലോ, കാരണം ഇഷ്ടംപോലെ കേട്ടാം, ആലോചിച്ച് നോക്കാം. അതോടുകൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്നും ഏകദേശം 20 മുതൽ 25 വർഷം പുറകോട്ടൊക്കെ പോയി. ഇതാണ് എൻ്റെ റീസൺ. ഇത് ഞാൻ പല ആവർത്തി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ക്രിസംഗി എന്നും വർഗീയവാദി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്ക്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പുറകിലോട്ട് പോകാനുണ്ടായ കാരണം? ഇതൊരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, റിഫോംസിൻ്റെ ഭാഗമാണ്, അതൊരു ഫാമിലി ലൈഫിൻ്റെ ഭാഗം, ഒരു നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. അതിനെയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന വോട്ട് ബാങ്കിന് വേണ്ടി ഈ സംഭവം ചെയ്തത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായത്. ഇപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പം കേരളത്തിലെ മുസ്ലിം, ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനേക്കാളും കഷ്ടമായിരുന്നു ഒരു സമയത്ത്. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. അതിൻ്റെ മാറ്റം, കേരളത്തിൽ മാറ്റം ഉണ്ടായത് മുസ്ലിം ലീഗും സമസ്തയും കാന്തപുരവും കോപ്പുമൊന്നും അല്ല. കേരളത്തിലെ മലബാറിലുള്ള മുസ്ലിംസിൻ്റെ മെയിൻ സ്ട്രീമിലോട്ട് വരാനുണ്ടായ കാര്യം ഗൾഫ് എന്ന് പറയുന്ന സംഭവമാണ്. എന്ന് മുതൽ ഗൾഫ് തുടങ്ങി അന്ന് മുതൽ ഈ മലബാറിലുള്ള കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി, അവർ ജോലി ചെയ്തു, വീട്ടിൽ പണം അയച്ചു കൊടുത്തു, എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടായി, അവരുടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി, കുട്ടികളിപ്പോൾ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അങ്ങനെ പ്രൊഫഷണലായിട്ട് മാറി. ഇതാ കാരണം. പിന്നെ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം അവർക്കറിയാം 2, 3, 4 കെട്ടിക്കഴിഞ്ഞ് വീട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എഡ്യൂക്കേഷനാണ് മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് പലതും എക്കണോമിക് സ്റ്റെബിലിറ്റി എഡ്യൂക്കേഷനായ രാജ്യത്ത് ആലോചിച്ച് നോക്കുക, അവിടെ എപ്പോഴും ജനസംഖ്യ കുറവാണ്. ഇൻക്ലൂഡിങ് നിങ്ങളെല്ലായിടത്തും ഏതൊക്കെയാണ് രാജ്യങ്ങളെടുത്ത് നോക്കുക, എഡ്യൂക്കേഷനും എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ പെറുന്ന പരിപാടി അങ്ങ് നിർത്തും. കാരണം ഇതിനെ വളർത്തണ്ടായോ. അപ്പോൾ ഇത് ബേസിക്കലി പല ആൾക്കാരും എന്നോട് പറയുമ്പോൾ മലപ്പുറത്ത് ഇങ്ങനെ ജനസംഖ്യ കൂടുന്നു, ഞാൻ പറയും അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അവർക്ക് പ്രോപ്പറായിട്ട് സീറ്റ് കൊടുക്കുക, അതായത് അവർക്ക് +2 സീറ്റ് കൊടുക്കുക, ഡിഗ്രിക്ക് സീറ്റ് കൊടുക്കുക, അതൊക്കെ കൊടുക്കുക. എഡ്യൂക്കേഷനാണ് ഇതിൻ്റെ പ്രധാന മർമ്മം. അതായത് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാരണം എക്കണോമിക് സ്റ്റെബിലിറ്റി കയറി വരും. അതായത് അവർക്ക് ആ ലൈഫ് സ്റ്റൈലിനകത്ത് അവരെ ഫോഴ്സ് ചെയ്തങ്ങ് മാറ്റും. കാരണം അവർക്കറിയാം 8ഉം 10ഉം പിള്ളേരെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്, 3ഉം 4ഉം കെട്ട അവർ സമ്മതിക്കത്തില്ല. ഇത് എഡ്യൂക്കേഷനിൽ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് മലബാറിലോട്ട് എഡ്യൂക്കേഷൻ ഗൾഫ് മുഖാന്തരമാണ് കയറി, എക്കണോമിക് സ്റ്റെബിലിറ്റി ദെൻ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് അവിടെ ഈ കാണുന്ന പുരോഗതി ഉണ്ടായത്. അത് ആദ്യം ഇവരുടെ തലയ്ക്കകത്തിടും. പക്ഷേ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും കേരളം വിട്ടുള്ള പലയിടത്തും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, അതായത് ഞാൻ പറയുന്ന അർബൻ സിറ്റികളിലല്ല ഗ്രാമങ്ങളിലാണ് പറ്റിയേക്കുന്ന പ്രശ്നം, ഈ പറയുന്ന സോഷ്യൽ റിഫോംസ്, അതായത് ട്രിപ്പിൾ തലാക്ക്, കല്യാണം കഴിക്കുക, ഒഴിയുക, പിന്നെ കുട്ടികളെ നോക്കാതെ വീണ്ടും പോയി കല്യാണം കഴിക്കുക, ഇതൊരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇതാണ് കോൺഗ്രസും രാജീവ് ഗാന്ധിയും അന്ന് തകർത്തത്. ഇതിനെ വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതേപോലൊരു ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ വളരെ ക്ലാരിറ്റിയാണ്. അതായത് ഇതിൻ്റെ പ്രത്യാഘാതം വളരെ സീരിയസ് ആണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ പണ്ട് ഡൈവോഴ്സായ പല ആൾക്കാർക്കും ഇനിയും കോടതിയിൽ പോകാം. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ അയാൾക്ക് ഇതെല്ലാം കൂടെ മറച്ചു വെച്ച് മെഹർ കൊടുത്തു, ഞങ്ങളുടെ മഹലാണിത് തീരുമാനിച്ചത്, ഇത് ശരിയാലോ, ഇത് പുല്ലൊന്നും ഏക്കത്തില്ല, ഇതെല്ലാം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും, കേരളത്തിൽ മലബാറിൽ ഇതൊരു വലിയ പ്രശ്നമാകും. കാരണം ഇത് പള്ളിയും ഇവരുടെ മുസ്ലിം പള്ളികളും അവരുടെ മെഹലും ഈ ഉസ്താദുമാരും സമസ്തയും കിമസ്തയും എന്ന് വിചാരിച്ച് ഈ സംഭവം തീരത്തൊന്നുമില്ല. കാരണം ഇത് നിയമമായിട്ട് പ്രോപ്പറായിട്ട് വേർഡിക്റ്റ് വന്നു കഴിഞ്ഞു. അതായത് പഴയ ഭാര്യയാണെങ്കിലും പണം കൊടുക്കണം, ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് അതും കൊടുത്തിരിക്കണം. വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ യൂണിഫോം സിവിൽ ലോയെ എതിർക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ് എതിർക്കുക? കാരണം അവരുടെ മതത്തിനകത്ത് പറയുന്ന പേഴ്സണൽ ലോയും ചള്ളും ചവറും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു നല്ല രാജ്യം മുന്നോട്ട് പോകുവാൻ വേണ്ടി അതിൻ്റെ സോഷ്യൽ സ്ട്രക്ചറും ജുഡീഷ്യൽ ലോയും എല്ലാം ഒരേപോലെ ആകണം.
കാരണം അവനൊരാൾക്ക് വേറെ, ഇവനൊരാൾക്ക് വേറെ, അവൻ്റെ ലോ വേറെ, എൻ്റെ ലോ വേറെ. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യവും ഒരു സമൂഹത്തിൻ്റെയും ആ കമ്മ്യൂണിറ്റിയുടെയും പുരോഗതി ഒരു സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ലോകത്ത് പല രാജ്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അത് മറക്കരുത്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അറേബ്യൻ രാജ്യത്തെ പോലെ അവിടുത്തെ ലോ ഇവിടെ കൊണ്ടുവരണം, ഇതാണ്. അതല്ല, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിയമം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രയോജനമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സ്ത്രീ. കാരണം സ്ത്രീകളെ അടിമയാക്കി നശിപ്പിക്കാനുള്ള ഈ നിഗൂഢമായ ഇവരുടെ താല്പര്യം, അതിൻ്റെ പേരിലാണ് സമസ്തയുടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, മുസ്ലിം ലീഗും സമസ്തയും കൂടെ ചേർന്നപ്പോഴാണ് നവോത്ഥാനം ഉണ്ടായത്. മരപ്പട്ടി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കും. കാരണം എന്താ, ഈ കേരളത്തിലെ മലബാറിലുള്ള മുസ്ലിം, കാരണം ഒത്തിരി പേര് ടെസ്റ്റ് മണി എൻ്റെ കയ്യിലുണ്ട്, ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ ഇവരെ ഒന്നും പഠിപ്പിക്കാൻ അനുവദിച്ചില്ല, ഇവരെ സ്കൂളിൽ പോകാൻ വിട്ടില്ല, ഇവരെ വീടിനകത്ത് മാത്രം ആ ചാക്കിനകത്ത് ആ കെട്ടിനകത്ത് മാറ്റി നിർത്തി. ആരാ ചെയ്തത്? നിങ്ങൾ ചെയ്തു. അവസാനം വീണ്ടും എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അതിനെ എതിർക്കുന്നു. ഒരു കുട്ടി സ്റ്റേജിൽ കയറി സമ്മാനം മേടിക്കാൻ പോയപ്പോൾ ഒരു MD ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു പടുകളവൻ, അയാൾ പറഞ്ഞ വാക്കുകൾ മറക്കരുത്. അതായത് സോഷ്യൽ റിഫോംസിനെയും സ്ട്രക്ചറിനെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളാണ്. കാരണം അവർക്ക് സ്ത്രീകളെ അടിച്ച് താഴ്ത്തണം, ഒരു കാരണവശാലും മുന്നോട്ട് വരാൻ സാധിക്കില്ല. ഒരു കാര്യം പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇറാനിലുള്ള സ്ത്രീകളുടെ ഒരു റവല്യൂഷൻ, മസാമീനി, അത് കണ്ടിരിക്കേണ്ടതാണ്. ഇതിനേക്കാളും സ്ട്രിക്റ്റ് ലോ ആയിരുന്നു, അതിനെ എല്ലാം ഒരു ബ്രേക്ക് ചെയ്ത് ഇന്ന് നോക്ക് ഒരു റിഫോമിസ്റ്റാണ് അവിടുത്തെ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത്. ഇതിനേക്കാളും ഭയാനകമായിരിക്കും മലബാറിൽ. അവിടെ പെൺകുട്ടികൾ പഠിക്കും, ഈ സാധനം പുല്ലുപോലെ വലിച്ചെറിയും. കാരണം നീയൊക്കെ ഓടേണ്ട ഗതികേടിലോട്ടാണ് വരാൻ പോകുന്നത്. സ്ത്രീകൾ തന്നെയായിരിക്കും പവർഫുൾ ആകുന്നത്. അതായത് ഇന്ത്യയിൽ 33 കാരണം സ്ത്രീ റിസർവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു നിയമസഭയിലും പാർലമെൻറ്റിലും. ഈ പുല്ലൻ ഉസ്താദുമാരൊക്കെ എവിടെ ചെന്ന് ഒളിക്കും? ഈ സ്ത്രീകൾ കാൻഡിഡേറ്റ് ആയിരിക്കും, അവർ ജയിക്കും. അവർ തന്നെ ആയിരിക്കും നാളെ നിന്നെ ഭരിക്കുന്നത്. അങ്ങനെ ഒരു കാലം മലബാറിൽ ഉണ്ടാകുമ്പോൾ അതാണ് മലബാറിലെ നവോത്ഥാനം.